ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാരിന്റെ അടിയന്തര സഹായം നൽകി തുടങ്ങി. ബാങ്ക് അക്കൗണ്ട് വഴി 62 പേർക്ക് 10,000 രൂപ വീതം നൽകിയതായി മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. അതേസമയം ദുരന്ത കാരണം പഠിക്കാനെത്തിയ 6-അംഗ വിദഗ്ധ സംഘം ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് 10,000 രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ പണം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. ഇങ്ങനെ അക്കൗണ്ട് ഉള്ളവർക്ക് പണം നൽകി തുടങ്ങി. സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകുന്നതെന്ന് മന്ത്രി കെ രാജൻ. നേരിട്ട് കൊടുക്കാൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ എന്ത് കൃത്യതയാണ് അതിനുണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വയനാട് ദുരന്തമേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചെന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. കേരളം നൽകുന്ന നിവേദനം പരിശോധിച്ച ശേഷമായിരിക്കും കേന്ദ്ര പ്രഖ്യാപനം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്ത കാരണം പഠിക്കാൻ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6-അംഗ വിദഗ്ധ സംഘം സന്ദർശിച്ചു. ദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന സംഘം 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് വയനാട്ടിൽ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിനു മുന്നിൽ ജീവിച്ചിരിക്കുന്നവർക്കായി ഐകദാർഢ്യവുമായി 2 മണിക്കൂർ ഉപവാസം നടത്തി. 24 വയനാട്. ഉരുൾപൊട്ടലുണ്ട്.